ഹലോ, ഇന്ന് നമ്മളൊരു ഫോട്ടോ ചേഞ്ചിങ് കാർഡാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള 2 ഐവറി ഷീറ്റാണ് എടുക്കേണ്ടത്. 9x7 സെൻറ്റിമീറ്ററിലാണ് ഞാൻ ഈ കാർഡ് എടുത്തിരിക്കുന്നത്. ഇനി ഈ 2 കാർഡും ഒരു ഫ്രെയിം പോലെ ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 4 വശത്തു നിന്നും 1 സെൻറ്റിമീറ്റർ വീതം എടുത്തിട്ട് നമ്മളൊരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് ഈ സ്ക്വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പേപ്പർ കട്ടറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 2 കാർഡും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഐവറി ഷീറ്റ് പോലുള്ള കുറച്ച് കട്ടിയുള്ള ഷീറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. 2 കാർഡും കട്ട് ചെയ്ത് മാറ്റി വെക്കുക. ഇനി ഇതേ അളവിൽ, അതായത് 9x7 സെൻറ്റിമീറ്ററിലുള്ള മറ്റൊരു കാർഡ് കൂടി എടുക്കുക. അതിൽ 1.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് 5 പോർഷൻസ് കിട്ടും. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമുക്ക് സെല്ലോ ടേപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ സെല്ലോ ടേപ്പ് ആദ്യം തന്നെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെക്കണം. നമ്മൾ ആദ്യം കട്ട് ചെയ്ത ഫ്രെയിമിൻ്റെ അകത്തുനിന്ന് ഒരു ഫ്രെയിം എടുക്കുക. എന്നിട്ട് അതിൽ ഇപ്പോൾ കട്ട് ചെയ്ത ഓരോ പീസസ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതായത് നമ്മളിപ്പോൾ മുറിച്ചിട്ടുള്ള പേപ്പേഴ്സ് ആദ്യം മുറിച്ച ഫ്രെയിമിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഇതുപോലെ ചെറിയ പീസ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പറഞ്ഞു തരുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, എങ്കിലും വീഡിയോ കാണുമ്പോൾ അത്യാവശ്യം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇനി അവസാനത്തെ പീസും ഇതുപോലെ വെച്ചിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ട് പുറകിലോട്ടാക്കിയിട്ടാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കേണ്ടത്. മുഴുവൻ പീസസ് ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കാണുന്നത് പോലെ താഴോട്ടും മുകളിലോട്ടും ആക്കിയിട്ട് ഇതുപോലെ ആ പേപ്പേഴ്സ് നീക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നമ്മൾ ഈ ഒട്ടിച്ചതുപോലെ തന്നെ വെച്ചിട്ട് അതിൻ്റെ മുകളിലും ചെറിയ ചെറിയ പീസ് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം, 2 ഭാഗത്തുമായിട്ട്. ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ഈ പേപ്പേഴ്സ് തമ്മിൽ ഒട്ടാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുക മാത്രമേ ചെയ്യേണ്ടൂ. കാരണം ഇതിൻ്റെ മുകളിൽ ഇനി നമുക്ക് മറ്റേ ഫ്രെയിം കൂടി വെക്കേണ്ടതുണ്ട്. മുഴുവൻ പേപ്പറിൻ്റെ മുകളിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം അത് താഴോട്ടാക്കിയിട്ട് മടക്കി വെക്കുക. ഇങ്ങനെ താഴോട്ട് മടക്കി വെക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒട്ടിച്ച സെല്ലോ ടേപ്പിൻ്റെ പശയുള്ള ഭാഗമൊക്കെ മുകളിലായിട്ടാണ് വരിക. ആ ഭാഗത്തേക്ക് നമ്മുടെ ഈ രണ്ടാമത്തെ ഫ്രെയിമും കൂടി ഒട്ടിച്ചു കൊടുക്കുക. അവസാനത്തെ പീസിലുള്ള സെല്ലോ ടേപ്പ് ഈ ഫ്രെയിമിൻ്റെ മുകളിലേക്കാവുന്ന രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. മുഴുവൻ ഒട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെയുള്ള ഒരു കാർഡ് കിട്ടും. ഇനി നമുക്കിതിൽ ഇഷ്ടമുള്ള ഫോട്ടോസ് വെക്കാം കേട്ടോ. ഫോട്ടോസ് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ വേണം ഫോട്ടോസ് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതായത് നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും 1.5 സെൻറ്റിമീറ്റർ ആയിരുന്നല്ലോ, അപ്പോൾ അതേ അളവിൽ വേണം ഫോട്ടോസ് മുറിച്ചെടുത്തിട്ട് അതിലൊട്ടിക്കാൻ വേണ്ടിയിട്ട്. ഒട്ടിച്ചു കൊടുക്കാൻ എൻ്റെ കയ്യിൽ വേറെ ഫോട്ടോസൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ 2 പെയിൻറ്റിംഗ് ആണ് കട്ട് ചെയ്തിട്ട് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കണം എന്നാണെങ്കിൽ ഒരു ഭാഗത്ത് നിങ്ങളുടെ ഫോട്ടോയും മറ്റേ ഭാഗത്ത് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോട്ടോയും വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫോട്ടോ ചേഞ്ചിങ് കാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.